സംസ്ഥാനത്തെ പ്രൈവറ്റ് ബസ് ഉടമകൾ 22-ാം തീയതി മുതലൊരു സമരം പ്രഖ്യാപിച്ചിരുന്നത്. സൂചനാ സമരം അവർ നടത്തി. അതിനുശേഷം ഒരു സമരത്തിലേക്ക് അവർ പോകുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് അവരെ സമരത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അവരോട് സംസാരിക്കണം, അതാണ് എൻ്റെ മര്യാദ എന്നുള്ളതുകൊണ്ട് അവർ വേണ്ടി ചർച്ച ചെയ്തു. ഏതാണ്ട് 99% കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട 1-2 കാര്യങ്ങളിലാണ് തർക്കം ബാക്കി നിൽക്കുന്നത്. കുട്ടികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളത്, അതില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ഗവൺമെൻറ് സെക്രട്ടറി അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ച ചെയ്യുകയും അതിനനുബന്ധമായി നമുക്കൊരു ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വർധനവാകാം എന്ന നിലയിലൊരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. നേരത്തെ തന്നെ ഗവൺമെൻറ് നിയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുമായും അതിനുശേഷം ബസ് ഉടമകളുമായും വീണ്ടും ഒരു 2 ആഴ്ചക്കുള്ളിൽ അക്കാര്യത്തിൽ ചർച്ച ചെയ്യാം. ഒരു സമവായം ഉണ്ടാകണം. കാരണം കുട്ടികളുടെ ചാർജൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു സമവായം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ചാർജ് വർധനമാണെന്ന് തോന്നുന്നില്ല, പക്ഷേ എന്നാലും അത് അവരോട് സംസാരിച്ചതിന് ശേഷം ഒരു സമവായം ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ട് അദ്ദേഹം അത് ഉടനെ തന്നെ ചെയ്യും. അത് അവരും സമ്മതിച്ചു. പിന്നെ മറ്റു കാര്യങ്ങളില്ല. ഈ ഒരു 140 കിലോമീറ്റർ വണ്ടി ഓടുന്നതായൊരു പെർമിറ്റിൻ്റെ പ്രശ്നമാണ്. പ്രൈവറ്റ് ബസ് പെർമിറ്റുകൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം പൊളിറ്റിക്കലായിട്ട് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് മന്ത്രി എന്ന നിലയിൽ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആലോചിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരിയായ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ പറ്റുകയുള്ളൂ എന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമരം പിൻവലിക്കണമെന്ന് അവരോട് ഞാൻ അഭ്യർത്ഥിച്ചു. കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം 99% കാര്യം സാധിച്ചുകൊണ്ട് അവർ സമരം പിൻവലിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റുള്ള സംഘടനകൾ സമരത്തിലാണെന്ന് തോന്നുന്നു. അതിന് ചർച്ച നല്ല നിലയിൽ നടന്നു. ഇനിയും ചർച്ച ചെയ്യും. നമുക്ക് ചർച്ചകൾ ചെയ്യാമല്ലോ, കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് 2 കാര്യങ്ങളിലേ ഒരു തർക്കം ഉണ്ടായുള്ളൂ. ഒന്ന്, ഈ ഗവൺമെൻറ്റിന് ഉറച്ച നിലപാടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ഈ പറയുന്ന ആളുകളുടെ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണെന്നുള്ളതാണ്. കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുക, കൊലപാതകങ്ങൾ ചെയ്യുക, അക്രമ പ്രവർത്തനങ്ങൾ, പിന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതുള്ളവരെ അവരെ ക്ലിയറൻസ് വെച്ചിട്ട് ഡ്രൈവിംഗ് കണ്ടക്ടറായിട്ട് വയ്ക്കാവൂ എന്നുള്ള ഞങ്ങളൊരു ആവശ്യം അവർ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ അതും സമ്മതിച്ചു. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതൊരു ചർച്ച, മുമ്പൊരു ഒരു ചർച്ചയിൽ ഞാനവർ ജനറലായിട്ട് ഈ പോലീസ് വെരിഫിക്കേഷൻ ആകാമെന്ന് സമ്മതിച്ചതാണ്. അപ്പോൾ അവരാകാമെന്ന് സമ്മതിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ ഇത്തരം ഒരു നല്ല കാര്യം ചെയ്തത്. അപ്പോൾ സമൂഹത്തിൽ നിങ്ങൾ തന്നെ പറയണം, അത്തരത്തിലുള്ള വെരിഫിക്കേഷൻ വേണ്ടാന്ന് വയ്ക്കാൻ അത്തരം ആളുകളെ കൊണ്ട് വാഹനങ്ങളിൽ, പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഒക്കെ കയറുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെ പലപ്പോഴും നമ്മൾ കാണുന്ന റോഡിൽ നടക്കുന്ന പരസ്പരം അടികളും അക്രമങ്ങളും കാണുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഗവൺമെൻറ് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു. അതവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആലോചിച്ചതിന് ശേഷം അക്കാര്യത്തിൽ അവരെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിട്ട് മുഖ്യമന്ത്രിയെ നാളെ ഞാൻ കണ്ട് സംസാരിക്കും. അദ്ദേഹം പറയുന്നതാണ്. മറ്റു കാര്യങ്ങൾ അവർ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം പരിഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ ചില ഉത്തരവുകൾ ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വല്ലാത്ത പ്രൈവറ്റ് പുതിയ ബസ്സുകളുടെ തള്ളിക്കയറ്റം, അതിലവരും അത് അംഗീകരിക്കുന്നൊരു കാര്യമാണ്. ഈ പെർമിറ്റൊന്നും വേണ്ട. ഇപ്പം പെർമിറ്റ് എടുക്കാൻ വരുന്ന ആളിന് വണ്ടി വേണ്ട, അപേക്ഷ കൊടുക്കണ്ട, അവർ അപേക്ഷ മാത്രം ഇട്ടാൽ മതി, പൈസ പോലും അടയ്ക്കണ്ട. അത് പെർമിറ്റ് അനുവദിച്ചതിന് ശേഷം ഇതൊരു കച്ചവടമാണ് കേരളത്തിൽ. സാധാരണക്കാരായ സ്ത്രീകളെയും പ്രവാസികളെയൊക്കെ കബളിപ്പിക്കുന്നൊരു പരിപാടിയാണ്. ബസ്സിന് പെർമിറ്റ് ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു പഴയ ഒത്ത ബസ് എടുത്തുകൊണ്ടിരും. ഈ ബസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ പെർമിറ്റ് ഉണ്ടെന്ന് അവർ ടെമ്പററി പെർമിറ്റിന് അപേക്ഷ കൊടുത്തേ പറ്റൂ. കൊടുത്തിട്ട് ഇത് പെർമനൻ്റ് ആയിക്കോളെന്ന് പറഞ്ഞ് ആളുകളെ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു വ്യാജ കച്ചവടം കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് സംഘടനകൾ പൂർണ്ണമായി അംഗീകരിച്ചു. അത് തെറ്റാണെന്ന് അവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. അവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി മേലിൽ പുതിയ പെർമിറ്റുകളെല്ലാം പുതിയ വണ്ടികൾ കൊണ്ടുവരുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ വണ്ടികൾ കൊണ്ടുവരണം. പുതിയ വണ്ടി ഇന്നത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ഇന്ത്യയിലെ നിലവാരം അനുസരിച്ച് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പുതിയ വണ്ടി കൊണ്ടുവന്നാൽ മാത്രമേ ഇനി പുതിയ പെർമിറ്റ് ഉള്ളൂ. അല്ല വെറുതെ ഈ കടലാസ് എഴുതി കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാ സംഘടനകളും അംഗീകരിച്ചാണ്. അത് വല്ലാത്തൊരു മത്സരമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് വേണം എന്നുള്ള കാര്യവും അവർ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തു. കാരണം വണ്ടികൾ തമ്മിലുള്ള അകലം നഗരങ്ങളിൽ 5 മിനിറ്റും റൂറൽ ഏരിയയിൽ 10 മിനിറ്റും അകലം വേണം എന്നുള്ളൊരു പ്രപ്പോസൽ അത് ട്രാൻസ്പോർട്ട് കമ്മീഷണറും റോഡ് സേഫ്റ്റി കമ്മീഷണറും നൽകിയൊരു ശുപാർശയുണ്ട്. അത് ഗവൺമെൻറ് മുമ്പിലുണ്ട്. അക്കാര്യത്തിൽ സംഘടനകൾ യോജിച്ചു. കാരണം ഈ അനാവശ്യമായ മത്സരം ഈ വ്യവസായത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ തള്ളിക്കയറ്റം ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്.
ഈ പ്രധാനമായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പെർമിറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ ആ ഒരു പെർമിറ്റിൻ്റെ കാര്യം 140 കിലോമീറ്ററിന് മേലുള്ള വണ്ടികൾക്ക് ലിമിറ്റഡ് സ്റ്റോപ്പായിട്ട് ഓടാൻ പറ്റില്ല എന്നുള്ളൊരു നോട്ടിഫിക്കേഷനായിട്ട് അത് കോടതിയുടെ പരിഗണനയിരുന്നൊരു വിഷയമാണ്. വീണ്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള നടപടികളാണ് KSRTC സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയോട് ആലോചിച്ചതിന് ശേഷം അദ്ദേഹം നിർദ്ദേശിക്കുന്ന പോലെ ഇക്കാര്യം ചെയ്യാം. അത് അവരോട് സംസാരിച്ചുകൊണ്ട് അവർ കൂടുതൽ ആലോചിച്ചതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിൻവലിച്ചവരോട് സന്തോഷമുണ്ട്. പിൻവലിക്കാത്തവർ എത്രയും വേഗം പ്രശ്നങ്ങൾ മനസ്സിലാക്കി. കാരണം അവരോട് ഞങ്ങൾക്ക് ചോദിക്കാം. 99% കാര്യവും ഈ ചർച്ചയിൽ അവർ ഉന്നയിച്ച ഏതാണ്ട് കാര്യങ്ങളെല്ലാം 95% കാര്യമെങ്കിലും തീർപ്പാക്കിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. കാരണം അത് ന്യായമായ എല്ലാ കാര്യങ്ങളും. ഈ തർക്കം വന്നൊരു കാര്യം ഈ പോലീസ് വെരിഫിക്കേഷൻ അതിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല, വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഈ മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, അത്തരത്തിലുള്ളവരെ കൊണ്ട് കേരളത്തിൽ വണ്ടി ഓടിക്കാൻ അത് KSRTCയിലും അനുവദിക്കില്ല, പ്രൈവറ്റ് ബസ്സിലും അനുവദിക്കില്ല. KSRTCയിലും പുതുതായി എല്ലാവരുടെയും പോലീസ് വെരിഫിക്കേഷൻ. KSRTC ജീവനക്കാർ സ്ഥിരം ജീവനക്കാർക്ക് അതെല്ലാം ഉണ്ട്. ടെമ്പററി ആയിട്ട് എടുക്കുന്നവർക്കെല്ലാം അതും നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഷിഫ്റ്റിലെടുക്കുന്നു. ഇപ്പോൾ ഷിഫ്റ്റിലെ ആൾക്കാരെ എടുക്കുന്നുണ്ട് പുതുതായിട്ട്. ഷിഫ്റ്റിൽ ആളെ എടുക്കുമ്പോൾ ഇത് നിർബന്ധമാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയാം, വീട്ടിലെ വഴക്ക്, പൊളിറ്റിക്കൽ സമരങ്ങൾ, അങ്ങനെയുള്ള വിഷയമൊന്നും എടുക്കാൻ പാടില്ല. ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുക അല്ലെ, നമുക്ക് FIR നോക്കിയാൽ അറിയാമല്ലോ. പോലീസ് ക്ലിയറൻസിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ FIRൽ കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കുക, കൊലപാതകങ്ങൾ, ഹാബിച്വൽ ക്രൈം ചെയ്യുക, വളരെ റാഷായിട്ട് വണ്ടി ഓടിച്ച് 4-5 പേരെ കൊല്ലുക, പിന്നെ അങ്ങനെയുള്ള കേസുകളേ ഉള്ളൂ. പിന്നെ മയക്കുമരുന്നിൻ്റെ ഒരു വിഷയം, അത് ഉപയോഗിക്കുന്നവരായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവരായിട്ട് കണ്ടുപിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പാടില്ല എന്നുള്ളത്. അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ഉടമസ്ഥർക്കും അറിയാം അവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. പിന്നെ ആളെ കിട്ടാനുള്ള പ്രയാസമുണ്ട്. പക്ഷേ അവർ പൊന്നോച്ച് ഒരു മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡ്രൈവർ കണ്ടക്ടർ ആകണമെങ്കിൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ അപ്പിയർ ചെയ്തിരിക്കണം, ജയിക്കണമെന്നില്ല. പക്ഷെ അത് കുറയ്ക്കാൻ തീരുമാനിച്ചു. 7ാം ക്ലാസ് കഴിഞ്ഞാലും കണ്ടക്ടർ ലൈസൻസ് കൊടുക്കാൻ. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ ഒരു പാഠഭാഗം പറയുന്നില്ല. ഡ്രൈവിംഗ് ലൈസൻസിൽ ഏതുവരെ പഠിക്കണമെന്ന് പറയുന്നില്ല, അപേക്ഷിച്ചാൽ കൊടുക്കാം. പക്ഷേ ഇതിൽ ഒരു ലിമിറ്റ് 10ാം ക്ലാസ് എന്ന് വെച്ചു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ചെറുപ്പത്തിൽ തന്നെ ബസ്സിൽ പഠിത്തം ഡ്രോപ്പായിട്ടായി പോയി ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരെ പരിഗണിച്ചുകൊണ്ട് അവർ ഒരു ആശയം മുന്നോട്ട് വെച്ചു. ആശയം അംഗീകരിക്കുന്നു. 7ാം ക്ലാസ് മുതലുള്ള ആളുകൾക്ക് 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടക്ടർ ടെസ്റ്റ് എഴുതാൻ പറ്റും. അപ്പോൾ കൂടുതൽ കണ്ടക്ടർമാരെ, കുറേ തൊഴിലവസരമാണ്, കുറച്ചുകൂടി കണ്ടക്ടർമാരെ അവൈലബിൾ ആക്കാൻ കഴിയും എന്നുള്ളതാണ്. അവർ മെഷീൻ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മതി. അതൊക്കെ പറ്റും. അതൊക്കെ ഒരു കോമൺ സെൻസ് വെച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മാറ്റം വരുന്നുണ്ട്. ഇതുവരെ കേരളത്തിൽ ഇല്ലാത്തൊരു പുതിയ മാറ്റമാണ് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സംസാരിച്ചത്.